നാട്ടിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുകയും സ്കൂളുകളിൽ യോഗ, സൂംബ പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും ചെയ്ത അധ്യാപികമാർ MDMA കടത്ത് കേസിൽ അറസ്റ്റിലായത് പേരാമ്പ്രയെ ഞെട്ടിച്ചിരിക്കുകയാണ്. വടകര MDMA കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പേരാമ്പ്ര BRCയിലെ അധ്യാപികമാരായ കീർത്തന, കാവ്യ, മീഷ്മ എന്നിവരെയാണ് പോലീസും ഡാൻസ് അപ്പ് സംഘവും ചേർന്ന് പിടികൂടിയത്. കേസിൽ അധ്യാപികമാർ കുടുങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ BRCയിലെ കോർഡിനേറ്ററെ അടിയന്തരമായി ചുമതലയിൽ നിന്ന് ഒഴിവാക്കി റിലീവ് ചെയ്ത നടപടിയാണിപ്പോൾ വലിയ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇരുട്ടി വെളുക്കുമ്പോൾ കോർഡിനേറ്റർക്ക് മാറ്റം സംഭവിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥരും BRC അധികൃതരും അറിയാതെ ഇത്രയും വലിയൊരു ലഹരി ശൃംഖല BRCയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന് KSU ശക്തമായി ചോദ്യമുയർത്തുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഉയർന്ന പരാതികളിലൊന്നും തന്നെ ഒരു നടപടിയും എടുക്കാതെ ഈ അധ്യാപികമാർക്ക് സംരക്ഷണം ഒരുക്കിയത് BRCയിലെ ഉന്നതരാണെന്നും ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തു കൊണ്ടുവരാൻ സാമ്പത്തിക ഓഡിറ്റിംഗും സമഗ്രമായ വകുപ്പുതല അന്വേഷണവും വേണമെന്നും KSU ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിഷയം കേവലം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും BRCയിലെ ചില ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 3 വർഷമായി ഈ അധ്യാപികമാർക്ക് സംരക്ഷണം ഒരുക്കി നൽകിയിരുന്നുവെന്നും KSU പേരാമ്പ്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് അമിത് ആരോപിച്ചു. സംഭവത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് DGP, SP, DYSP എന്നിവർക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, വിദ്യാഭ്യാസ സെക്രട്ടറി, വിദ്യാഭ്യാസ മന്ത്രി എന്നിവർക്കും പരാതി നൽകിയതായി KSU അറിയിച്ചു. BRC ജീവനക്കാരുടെ സാമ്പത്തിക ഓഡിറ്റിംഗ് നടത്തണമെന്നും വകുപ്പുതല അന്വേഷണത്തിലൂടെ വിദ്യാഭ്യാസ രംഗത്തെ സുതാര്യതയും രക്ഷിതാക്കളുടെ വിശ്വാസ്യതയും തിരിച്ചുപിടിക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. അതേസമയം തങ്ങളോടൊപ്പം ജോലി ചെയ്തിരുന്ന അധ്യാപികമാർ ഇത്തരമൊരു ലഹരി ശൃംഖലയുടെ കണ്ണികളായിരുന്നുവെന്ന വാർത്ത പേരാമ്പ്ര BRCയിലെ മറ്റു ജീവനക്കാരെയും വലിയ വിഷമത്തിലും ഞെട്ടലിലും ആഴ്ത്തിയിട്ടുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ തങ്ങൾക്കുണ്ടായ അപമതിപ്പിൽ ഇവർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപികമാർ അവധിക്കാലത്ത് പേരാമ്പ്ര ബൈപ്പാസിലെ EMS ജംഗ്ഷന് സമീപം ബൺമസ്ക കച്ചവടം നടത്തിയിരുന്നു. ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് കൂടിയായ ഈ കച്ചവടത്തിന്റെ മറവിലാണ് ഇവർ ലഹരി വിതരണവും കച്ചവടവും നടത്തിയിരുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. പേരാമ്പ്ര BRCയിലെ അധ്യാപികയായ കീർത്തനയാണ് കേസിൽ ആദ്യം പിടിയിലാകുന്നത്. തുടർന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാവ്യ എന്ന അധ്യാപികയെയും തൊട്ടു പിന്നാലെ നീഷ്മ എന്ന 3ാമത്തെ അധ്യാപികയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതുകൂടാതെ ലഹരി കടത്തിൽ പങ്കാളിയായ കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ് എന്ന ഡെലിവറി ബോയിയും നിലവിൽ കസ്റ്റഡിയിലാണ്. ഈ മാഫിയയുടെ പ്രധാന കണ്ണിയെന്ന് സംശയിക്കുന്ന ഒരു വയനാട് സ്വദേശിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ അധ്യാപികമാർ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ മയക്കുമരുന്ന് നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണ്ട്. ഇതൊക്കെ തന്നെ ഇനി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭ്യമാകൂ. എന്തായാലും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്.